നമുക്കൊരു സമ്മന്തി ഉണ്ടാക്കാം. ഈ കൊപ്രായും വെള്ളം വറ്റിയ തേങ്ങായും ഇട്ട് ചെറുതായിട്ട് നുറുക്കി ദോശക്കല്ലോ അല്ലെങ്കിൽ പഴയത് എന്തെങ്കിലും ചീഞ്ചട്ടി എന്തെങ്കിലും എടുത്തിട്ട് ഇതങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ കളറൊക്കെ കുറച്ചങ്ങോട്ടാകുമ്പോൾ വറ്റൽമുളക്, കരിയാപ്പല ചേർത്ത് വറുത്തെടുക്കും. ഇത് നമ്മളെ ഫൈനൽ സ്റ്റേജ് ആകാറായപ്പം ഇതിനകത്ത് പിന്നെ ചെറിയുള്ളി അരിഞ്ഞത്, കരിയാപ്പലയല്ല ചെറിയുള്ളി അരിഞ്ഞതും ശകലം പുളിയും കൂടെ ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ജാറിനകത്ത് വറുത്ത വറ്റൽമുളക്, കരിയാപ്പല, പുളിയെ, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഇത് നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. തേങ്ങയും എല്ലാം വറുത്ത ഐറ്റംസ് എല്ലാം പൊടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഇതിനകത്ത് ഈ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമ്മുടെ ഇഷ്ടത്തിന് മുളക് കുറവാണെങ്കിൽ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇട്ടാലും മതി. ഇതിനകത്ത് ഇളക്കി ഉപ്പുമൊക്കെ ഇട്ടിളക്കി ഉപയോഗിക്കാൻ റെഡിയായി. ഒന്ന് അരച്ചുരുട്ടിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അരച്ച് വെള്ളമൊക്കെ തളിച്ചെടുത്തപ്പോൾ ഈ പരുവത്തിലായി. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് ഉരുട്ടി വെച്ചാൽ മതി. എന്നിട്ട് ചോറിനകത്ത് ഇളക്കി കഴിക്കാം. ഇങ്ങനെ ഉരുട്ടി എടുക്കണം. ഇപ്പം നമ്മുടെ സമ്മന്തിയുടെ 2 സൈസും കാണിച്ചു തന്നല്ലോ. ഒന്ന് പൊടിയും ഒന്ന് ഇത് കണക്ക് വെള്ളം തളിച്ച് ഉരുട്ടുന്നത്.